ബാലുവിന്റെ കേസ് വാദിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചിരുന്നില്ലേ? ആരാണ്? ആ ആളെ കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വരും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കേസിൽ താല്പര്യം കാണിച്ച ഒരാളെന്നല്ലാതെ. പേര് പോലും. എങ്കിൽ ഞാൻ സ്വയം പരിചയപ്പെടുത്താം. രാധാമേനോൻ. നിങ്ങളുടെ അച്ഛൻ സുബ്രഹ്മണ്യ അയ്യർ ട്രസ്റ്റ് ഇന്റർനാഷണൽ ആയിരുന്നില്ലേ ജോലി ചെയ്തിരുന്നത്? ആ കമ്പനിയുടെ സ്ഥാപകൻ രാംദാസ് മേനോന്റെ മകളാണ് ഞാൻ. മിസ്റ്റർ ദേവദാസിന്റെ അനിയത്തി. ചേട്ടൻ ഇപ്പോഴില്ല. അച്ഛൻ മരിച്ചു 3 വർഷത്തിനിടയിൽ ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉണ്ടായ കുഴപ്പങ്ങളാണ് മിസ്റ്റർ ദേവദാസിന്റെ മരണത്തിന് കാരണമായെന്ന് സംശയമുണ്ട്. മിസ്റ്റർ അയ്യരെ എന്റെ അച്ഛന് വലിയ വിശ്വാസമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടായിരുന്നു. ട്രസ്റ്റിന്റെ ഡയറക്ടർമാര് മുഴുവൻ നിങ്ങൾക്കറിയാമല്ലോ. അച്ഛൻ ഉണ്ടായിരുന്ന കാലത്തെ ബാംഗ്ലൂരിലാണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തത്. മിസ്റ്റർ ബാലു ബാംഗ്ലൂരിലേക്ക് വരണം ഇന്ന് തന്നെ. സോറി മാഡം, ഈ നിലയ്ക്കല്ലെങ്കിലും ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറച്ചാണ്. എന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരേ ഒരു കാര്യത്തിൽ എന്റെ കുടുംബം നശിപ്പിച്ചവരെ വകവരുത്താൻ. അതിൽ ഞാൻ മരിച്ചാലും തൂക്കിലേറിയ. മിസ്റ്റർ ബാലു, ഒരിക്കലും ഇതുപോലെ ചാടി പുറപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചത്. നിങ്ങൾക്ക് നേരിടാനുള്ളവർ എന്റെയും ശത്രുക്കളാണ്. എന്റെ അച്ഛൻ തുടങ്ങി വെച്ച സ്ഥാപനം കൈയടക്കിയതും എന്റെ ചേട്ടനെ കൊന്നതും അവരാണ്. ക്ഷമയോടെ കാത്തിരുന്ന് ഒരവസരം കണ്ടെത്തി വേണം അവർക്കെതിരായി പ്രവർത്തിക്കാൻ. ആ കാര്യത്തിൽ ബാലുവിനെ ഞാൻ സഹായിക്കാം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തനിച്ച് എനിക്ക് അവരോട് എന്ത് ചെയ്യാനാവും? അവിടെ ബാലുവിന്റെ സഹായം എനിക്കും ആവശ്യമായി വരും. ബാലു എന്താണെന്നും പറയാത്തത്? ശരി, പക്ഷെ ആദ്യം എനിക്ക് എന്റെ അമ്മയെ കാണണം. മുഖത്തൊന്ന് കണ്ണില്ലേ? ആ പാത്രം നിലത്തിട്ട് ചളിക്ക് നശിപ്പിച്ചല്ലോ. ആശ്വാസവാക്കുകൾ വെറുതെയാണെന്ന് എനിക്കറിയാം. എങ്കിലും വരാനുള്ളതിനെ കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടത്. കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. കൈമൾ എന്തോ അത്ര ശുദ്ധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനാവും ചിലപ്പോ ബാലുവിന്റെ അമ്മയ്ക്ക് അയാൾ അഭയം കൊടുത്തത്. കുറ്റബോധമോ? കൈമളല്ലേ അവിടുത്തെ ഓഫീസ് കാഷ്യർ ഇപ്പോഴും? ബാലുവിന്റെ അച്ഛൻ നടത്തിയ പണമിടപാടിന്റെ രേഖകൾ അയാൾ വശം കാണാതിരിക്കില്ല.
ഭയന്നാവും, അല്ലെങ്കിൽ ഈ ചതിയിൽ കൂട്ടുന്നാവും അയാൾ പറയാത്തത്. ഉറപ്പാണോ രാധയ്ക്കത്? ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. എന്റെ അമ്മയോട് നിങ്ങൾ കാണിച്ച ക്രൂരത ഞാനത് ക്ഷമിക്കും. അമ്മയെ നിങ്ങൾ തെരുവിലിറക്കി വിട്ടില്ലല്ലോ, കിടക്കാനൊരു ഇടം കൊടുത്തില്ലേ? ഒരു വേലക്കാരിയെ പോലെ നിങ്ങൾ എൻ്റെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിച്ചു. സാരമില്ല, നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് 3 നേരം ഭക്ഷണം കൊടുത്തില്ലേ? പക്ഷെ എൻ്റെ അച്ഛൻ, ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എൻ്റെ അച്ഛൻ, കള്ളനെന്ന് പേര് കേട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് നിങ്ങളെയാണ്. എല്ലാം തുറന്നു പറഞ്ഞിരുന്നു നിങ്ങളോടാണ്. നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന്. അത് തെളിയിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. പറയാൻ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് ഫയൽസ് എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ഡോക്യുമെന്റ്സും ഫയലും ഒന്നും എന്റെ കയ്യിലില്ല. അവരത് അന്നേ എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? ബാരിസ്റ്റർ മേനോനെ ഏൽപ്പിക്കാൻ. അയാളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ലോക്കറിൽ അത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് ബാംഗ്ലൂർ ഫ്ലൈറ്റ്? 11:30. മോന് പണം വല്ലതും ആവശ്യമുണ്ടോ? ഇല്ല, ഡാഡി തന്നുകൊണ്ടല്ലോ. അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആണ്. ഡാഡി പറഞ്ഞില്ലെന്ന് വേണ്ട. ബാരിസ്റ്റർ മേനോന്റെ മകന് ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞു കിട്ടിയാൽ നാണക്കേടാവും. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ കണ്ടപ്പോൾ ഒന്നും ഞെട്ടി. ഇല്ല ബാരിസ്റ്റർ, പേടിക്കണ്ട. ജയിൽ ചാടിയതല്ല, നിയമം അനുവദിക്കുന്ന വഴിയിൽ ജാമ്യത്തിലിറങ്ങിയതാണ്. ബാരിസ്റ്റർ സാർ വാങ്ങിത്തന്ന ശിക്ഷയ്ക്കെതിരെ കോടതിയിൽ ഒരു ചെറിയ റിട്ട് ഫയൽ ചെയ്തു. കോടതി ഇത് സ്വീകരിച്ചു. ഇനി കേസ് വാദിച്ച് ജയിക്കണം. ജയിക്കണമെങ്കിൽ യു നോ ഇറ്റ് ബെറ്റർ. രേഖകൾ, ഡോക്യുമെന്റ്സ് വേണം. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ തെളിയിക്കണം. ഞാൻ മാത്രമല്ല, മരിച്ചുപോയ എൻ്റെ അച്ഛനെതിരെയുള്ള കേസിൽ അച്ഛനും. ആ രേഖകളും ഫയലുകളും ഒരാൾ വിചാരിച്ചാൽ മാത്രമേ കിട്ടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. I'm damn sure you understand every word I utter. ബാരിസ്റ്റർ മേനോൻ, ആ രേഖകളും ഫയലുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അത് തരില്ല. I know it. ചോദിക്കാതെ അത് വാങ്ങുന്ന എനിക്കിഷ്ടം. സ്വമേധയാ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അത് എത്തിക്കും. ഉണ്ണി, യോ ഓൺലി സൺ. ബാംഗ്ലൂർ ഫ്ലൈറ്റിന് സമയമായില്ലേ? ഡോണ്ട് ബി ലേറ്റ്. പറട്ടെ. ജെയിംസ്, എന്തോ? അവൻ എവിടെ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ശരി.
ആരാടാ നിങ്ങൾ അയച്ചത്?